അല്ല കളുപ്പാ, ഇങ്ങക്കും കൊറോണനെ പേടിയല്ലേ? പേടിയല്ല മൂസേ, ഇതൊരു മുൻകരുതല. പണ്ട് കാലത്ത് ഇതിലും വലിയ ബസൂരി വന്ന സമയത്തൊന്നും നമ്മള് പേടിച്ചിട്ടില്ല. ചെറുത്ത് നിക്കുവനാ പഠിച്ചേ. ആ ചെറുത്ത് നിപ്പ് നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ടല്ലോ. പ്രളയം വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും നമ്മൾ ഒറ്റക്കെട്ടായി നേരിട്ടില്ലേ. പിന്നെയായി കൊറോണ. ശരിയാ കളുപ്പാ, ശക്തമായ ഒരു ആരോഗ്യ വകുപ്പ് നമ്മൾ കേരളത്തിൽ ഉള്ളിടത്തോളം കാലോ നമ്മൾ ഒരു പേടിയും പേടിക്കണ്ട. അവരുടെ നിർദ്ദേശങ്ങള് അതേപോലെ പാലിച്ചാൽ മാത്രം മതി. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഔദ്യോഗികമല്ലാത്ത തെറ്റായ വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക, പ്രചരിപ്പിക്കാതിരിക്കുക. മക്കളെ, ചൈനയിൽ നിന്ന് ഇറക്കുന്ന എല്ലാ സാധനങ്ങൾക്കും വില കുറവാന്ന് നമുക്കറിയാം. എന്നാലേ ചൈനയിൽ വന്ന കൊറോണേനെ വില കുറച്ച് കാണണ്ടേ? ഭയമല്ല വേണ്ടത്, ജാഗ്രതയാ. പനി, ചുമ, തൊണ്ടവേദന, ശ്വാസതടസ്സം എന്നീ ലക്ഷണങ്ങളുള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകുന്നത് ഒഴിവാക്കി അടിയന്തരമായി വൈദ്യസഹായം തേടുക. തൂവാല ഉപയോഗിച്ച് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായും മൂക്കും പൊത്തുന്നത് ശീലമാക്കുക. സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുന്നത് ശീലമാക്കുക. വിദേശങ്ങളിൽ നിന്ന് വരുന്നവർ 14 ദിവസം മറ്റുള്ളവരുമായി ഇടപഴകാതെ വീട്ടിൽ കഴിയുക. ആൾക്കൂട്ടങ്ങളിലെ ഇടപഴകലുകൾ കഴിവതും ഒഴിവാക്കുക. വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കൂ. കൊറോണ വൈറസിനെ സർക്കാർ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കരുതലോടെ, ധീരതയോടെ പ്രതിരോധിക്കാം.